ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മക്കളും അത് എഴുതി നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മിസ്. എല്ലാവരും എഴുതുന്നുണ്ടോ? അപ്പൊ ഇന്ന് നമ്മൾക്ക് അടുത്ത പേജ് വായിക്കണം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ വായിച്ചത്? ചെവി, പേന, അതല്ലേ വായിച്ചത് നമ്മള് അല്ലേ? എന്തൊക്കെയാ വായിച്ചത്? ചെവി, പേന, മൈന, മതി, മെതി, പട, പേട, വര, വൈരി, ചെടി, ചേന, തൈര് അല്ലേ? അപ്പൊ നമ്മള് ചിഹ്നങ്ങൾ പഠിച്ചതിന് ശേഷം ഈ മാല മുതലാണ് വായിച്ചത് അല്ലേ? അപ്പൊ എന്തിനാ അത് വായിച്ചത് മനസ്സിലായോ മക്കൾക്ക്? ചിഹ്നങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചതാണ് അത്രയും കാര്യങ്ങൾ അല്ലേ? മാല മുതൽ ആ എന്ന ചിഹ്നം മാല എന്നതിലുണ്ട്. നെക്സ്റ്റ് ചിരി, ഈ ചിഹ്നാണ്. ഈ എന്ന ചിഹ്നാണ് പീലി. അപ്പൊ മല, മാല ചിഹ്നങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കണ്ടോ മല എന്തായി? ആ എന്ന ചിഹ്നം വരുമ്പോ അതിനിടയിൽ ആ എന്ന ചിഹ്നം വന്നപ്പോ മാല ആയി അല്ലേ? നെക്സ്റ്റ് വര, ഇപ്പറണ്ടോ രാ എഴുതി വള്ളി ഇട്ട എന്തായി? വര വരിയായി അല്ലേ? മനസ്സിലായോ ചിഹ്നങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ്? വര വരി അല്ലെ? നില ചുരുക്ക് ചിഹ്നം ഇടുമ്പോ എന്തായി? നീലയായി. മനസ്സിലായോ? എഴുതുമ്പോ തെറ്റിക്കാതെ എഴുതണം. ചിഹ്നങ്ങള് മക്കള് നല്ല പോലെ തറവായി പഠിക്കണം കേട്ടോ. അപ്പൊ നീല എന്ന് എഴുതുന്നത് നീല എന്ന് എഴുതാൻ എന്താ ചെയ്ത്? ഈ എന്ന ചിഹ്നം ഇട്ടു അല്ലേ? ചുരുക്ക് വള്ളി ഇട്ടു. അപ്പൊ എന്തായി? മാറിയില്ലേ? നിലയും നീലിയും എത്ര മാറി അല്ലേ? അതുപോലെ നെക്സ്റ്റ് പാവ, ആ എന്ന ചിഹ്നം ഇടയിലിട്ടു. പാവ. തിര അല്ലേ? ഈ താക്ക് വള്ളിയിട്ടില്ലെങ്കിൽ എന്താവും? തരാന്നേ വായിക്കും. അപ്പൊ വള്ളിയിട്ടത് കൊണ്ട് എന്തായി? തിര. ചീര ഉണ്ടോ? എങ്ങനെയാണ് ചിഹ്നങ്ങൾ യൂസ് ചെയ്യുന്നത് മനസ്സിലായോ മക്കൾക്ക്? ശ്രദ്ധിക്കണത്. അതുപോലെ അടുത്തതില് ഊ എന്ന ചിഹ്നാണ് വരുന്നത്. എന്ത്? പുലി. ഊ എന്ന ചിഹ്നം വരുമ്പോ പൂവ്. നര, നുരയാവാൻ എന്താ ചെയ്തു? അതിന്റെ ഇടയിൽ ഒരു ഊ ചിഹ്നം ഇട്ടാ മതി. അപ്പൊ നര എന്നുള്ളത് നുര. പുര എന്നുള്ളത് പൂരി. കണ്ടോ? ചിഹ്നങ്ങൾ യൂസ് ചെയ്യുമ്പോ അർത്ഥേ മാറും. നിങ്ങൾ എഴുതുമ്പോ അതുകൊണ്ട് തെറ്റിക്കാതെ എഴുതണം. നെക്സ്റ്റ് മുന, നൂല് അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ഏതാണ്? ചെവി അല്ലേ? എ എന്ന ചിഹ്നം യൂസ് ചെയ്തു. എ, ഐ അല്ലേ? അതാണ് ഈ ഒരു പേജിൽ നമ്മൾ പഠിച്ചത്. ചെവി, പേന, മൈന, മതി, മെതി. ഷൻസ ഇവിടെ ശ്രദ്ധിച്ചേ എഴുതാതെ. മത, മതി, മെതിയായി ഉണ്ടോ? ഏ ചിഹ്നം യൂസ് ചെയ്യുമ്പോ എന്തായി? മെതി. മതി എന്നുള്ളതിന്റെ തൊട്ട് മുന്നിൽ നമ്മൾ എ എന്ന ചിഹ്നം യൂസ് ചെയ്യുമ്പോ എന്തായത്? മെതി അല്ലേ? പട, എ എന്ന ചിഹ്നം തൊട്ട് മുന്നിൽ പടക്ക് തന്നെ തൊട്ട് മുന്നിൽ എ എന്ന ചിഹ്നം യൂസ് ചെയ്യുന്നത് എന്തായി? പേട. നെക്സ്റ്റ് വര, ഐ ചിഹ്നം ഒരു വള്ളിയും കൂടി ഇട്ടു രാക്ക് അല്ലേ? അപ്പൊ എന്തായി? വൈരി. നെക്സ്റ്റ് ചെടി, ചേന, തൈര്. All of you listen here. അത് കഴിഞ്ഞു കഴിഞ്ഞാല് മരം കണ്ടോ? ആ മരം എഴുതി ആ കഴിഞ്ഞുള്ള അനുസ്വാരം എന്ന് പറയുന്നത് അല്ലേ? പേജ് നമ്പർ 20. All of you listen here. ശ്രദ്ധിക്കണേ എല്ലാവരും. അപ്പോ എന്താണ്? മന, അടുത്തത് എന്താ? ഔ എന്ന ചിഹ്നം ചേർക്കുന്ന കണ്ടോ? മൗനി. മന, മൗനി. ശ്രദ്ധിക്കണേ. ആദ്യത്തത് മരം, രണ്ടാമത് എന്താ ഉള്ളത്? മന, മൗനി, തടി, തൊടി. ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ മുന്നിലില്ലേ? ടെക്സ്റ്റ് ബുക്ക് അതിലേക്ക് ശ്രദ്ധിക്കണം. തടി, തൊടി. മടി, മോടി. മടി, മോടി. ഉണ്ടോ? ഓ എന്ന ചിഹ്നം യൂസ് ചെയ്തതേ ഉള്ളൂ.
അപ്പൊ മടി എന്തായി? മോടിയായി. നെക്സ്റ്റ് വര, വരം. വര ആ ഒരു കുഞ്ഞി പൂജ ഇട്ട സമയത്ത് എന്തായത്? വരം. അല്ലെങ്കിൽ വരാനേ വായിക്കൂ. ഓക്കെ. നെക്സ്റ്റ് പൊതി, തോട, ചോല, പദം. എല്ലാരും ടെക്സ്റ്റിൽ നോക്കണേ. അയോണെ എന്താ അവിടെ പരിപാടി അയോണെ? ഓക്കെ. മരം, ആദ്യത്തെ നോക്കിയേ. മരം, മരം. ശ്രദ്ധിക്കുന്നുണ്ടോ? മരം, മന, മൗനി, തടി, തൊടി, മടി, മോടി, വര, വരം, പൊതി, തോട, ചോല, പദം. അല്ലേ? അത്രയാണ് ഉള്ളത്. നിങ്ങൾക്ക് കൂട്ടി വായിക്കാൻ പറ്റുമോ? അത് ഒറ്റക്ക് ചിഹ്നങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ഒറ്റക്ക് വായിക്കോ? ആരാ വായിക്കുക? ഇഷാൻ വായിക്കും. ഓക്കെ, ഒന്ന് വായിച്ചേന്നാല് നോക്കട്ടെ. എല്ലാരും ശ്രദ്ധിക്കണേ. മൗനി, തടി, തൊടി, മടി, മോടി, വര, വരം, പൊതി, തോട, ചോല, പദം. ഓക്കെ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ, സമജ്ഞ വായിക്കും. മരം, മന, മൗനി, തടി, തടി, തൊടി, തൊടി, അക്ഷരം നോക്കി വായിച്ചേ മോളെ. മായും ടായും വള്ളി. മടി, മടി, ഓ എന്ന ചിഹ്ന ഉള്ളത്. അപ്പൊ എന്ത് വായിക്കും? മോടി, വര, 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 വര. പിന്നെ അമ്മ എന്ന ചിഹ്നല്ലേ വരുന്നത്. അന്നേരം എന്ത് വായിക്കും? രാക്ക് അംജിന്നുട്ടാ. വരം, വരം. ഓക്കെ. നെക്സ്റ്റ് പൊതി, പൊതി, തോട്, തോട ഇല്ലേ ഉള്ളൂ. ചന്ദ്രക്കലി ഉണ്ടോ? തോട, ചോല, ചോല, പദം അല്ലേ? പായെഴുതി താഴെഴുതി അമ്മ. ഓക്കെ. അനുസ്വരം ഇട്ട് കഴിഞ്ഞാൽ എന്ത് വായിക്കും? ആക്ക് അനുസ്വരം ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അമ്മന്ന് വായിക്കും. അതുപോലെ തായാമ തം, രായാമ രം, മായാമ മം, തോ. അപ്പൊ പദം അല്ലേ? നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ക്രിസ്റ്റി ജോസഫ് ആണോ? ഓക്കെ. ക്രിസ്റ്റി, പ്ലീസ് അൺമ്യൂട്ട്. മരം, മായും നായും എന്ത് വായിക്കും? മന. മന. നെക്സ്റ്റ് ഔ എന്ന ചിഹ്നം ഇട്ടിട്ടുണ്ട് മാക്ക് ശേഷം. ടെക്സ്റ്റിലേക്ക് നോക്കിയേ മോൻ. മൗനി, മൗനി, തടി, തടി, തൊടി, തൊടി, പടി, മടി, മോടി, വായും രായും വര, വരം, വരം, പൊതി, തോട, ചോല,
പദം. ഓക്കെ. അയോൺ സബിൻ. മരം. മരം. മനം. മണി. മൗനി. മൗനി. തുടി. മട്ടി. മോടി. വര. വരം. ഉദി. തോട. ചോല. പദം. ഓക്കെ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? എന്റെ കൈവൊക്കെ തരും. ഓക്കെ. നെഹ്ല ഫാത്തിമ. ഞാൻ കൈവക്കിയുണ്ട്. ഒന്നല്ലേ കിട്ടാതെ പോയിട്ടുള്ളൂ. അത് വായിച്ചു. ഓക്കെ. തടി. ഓച്ചിനൂട്ടു താക്ക് മുമ്പില് അല്ലെ? താക്ക് മുമ്പില് എയും ആയും ആവുമ്പോ എന്താ? തോ. വായിച്ചു. തോ. മടി. മടി. ചിഹ്നം ഏതാ? ചിഹ്നം മടി കഴിഞ്ഞിട്ട് നമ്മൾ മെടിയാണോ? ആ ചിഹ്നം കൂടി അതിലില്ലേ? അപ്പൊ മോ അല്ലേ വരുവാ? മോടി അല്ലേ? ടെക്സ്റ്റിൽ നോക്കുമ്പോളെ മേലോട്ട് നോക്കണേ. ടെക്സ്റ്റ് നോക്ക്. വായും രം എന്നല്ലേ? അപ്പൊ എന്ത് വായിക്കും? വരം. വരം. നെക്സ്റ്റ്. നെക്സ്റ്റ് ഏത് ചിഹ്നമുള്ള? അല്ല, ഏത് ചിഹ്നം അവിടെ ഉള്ളത്? പാക്ക് മുമ്പില് എ എന്ന ചിഹ്നമുണ്ട്. പാക്ക് ശേഷോ ആ എന്ന ചിഹ്നമുണ്ട്. അന്ന് എന്ത് വായിക്കുക? പോയല്ലേ? പൊതി. ഓ എന്ന ചിഹ്നല്ലേ അവിടെ ഉള്ളത്? അപ്പൊ എന്ത് വായിക്കും? താക്ക് മുമ്പില് തായാമ തോട. തോട. ചോല. പദം. പദം. നിങ്ങളുണ്ടല്ലോ അക്ഷരങ്ങൾ മാത്രം നോക്കിയാ മതി. എന്നിട്ട് ചിഹ്നങ്ങൾ ഏതാന്ന് നോക്കുക. അപ്പൊ മിസ് പറയുന്ന കേൾക്കും. അവിടെ അമ്മ തന്നെ ശ്രദ്ധിക്കേ വേണ്ട. ഇവിടെ മിസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ടെൻഷൻ ആവേണ്ട, വായിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സംശയം. മൗനി. തടി. തൊടി. മടി. മോടി. വര. വനം. വരം. പൊതി. തോട. തോട. നെക്സ്റ്റ് ച എന്ന അക്ഷരത്തിന് ഇട്ടു. ഓ എന്ന ചോല. ചോല. പദം. പദം. ഓക്കെ. അങ്ങനെ വായിച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ഭാവയാമി. മരം. മണി. മാക്കൊരു ചിഹ്നവും കൂടി ഉണ്ട്. അമ്മേനെ നോക്കേ വേണ്ട. അവിടെ ടെക്സ്റ്റിലുണ്ട്. തടി. തടി. ചിഹ്നം ശ്രദ്ധിച്ചേ വൃത്തിക്ക്.
ഏത് ചിഹ്നം അത്? ഓട മൗനി തടി തൊടി താക്ക് കൊച്ചിൻ്റെ വിട്ടാ എന്താ കഴിക്കാ? മടി ഒടി ഏതെല്ലാം അക്ഷരാന്ന് പറയും? തായും ഡിയും അല്ലേ? ആ അതായത് അടുത്തത് താ കോച്ചിന് തൊടി തോയായി തൊടി. നെക്സ്റ്റ് വായിക്കേ വായിക്കേ ആ ഉറക്ക വായിക്കേ. മടി മോടി വരം വരം ഓക്കെ. നെക്സ്റ്റ് തൊടി തോട തോട ചാക്കോ ചിഹ്നം. അന്നേരം എന്ത് വായിക്കും? നമ്മൾ പഠിച്ചില്ല, എഴുതി എഴുതി എഴുതി. ചാക്ക് ചാക്ക് ഓ എന്ന ചിഹ്നം ചാക്ക് വന്നു. അന്നേരം എന്ത് വായിക്കും? കായാണെങ്കിൽ എന്ത് വായിക്കും? കോന്ന് വായിക്കും. അപ്പൊ ചായ എന്ത് വായിക്കും?